സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസുകളാണ്. എമിൽ കേൾക്കാമല്ലോ അല്ലേ? എമിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. എമിൽ ഇത്രയ്ക്ക് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസുകൾ എമിൽ ചെയ്തിട്ടുണ്ടാവില്ലെങ്കിലും എമിൽ ശ്രദ്ധിച്ചിരിക്കുക. എമിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എമിന് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ചെയ്തു തരാം. കേട്ടോ എമിൽ? ഓക്കെ. അപ്പോൾ കുറേ കൂടിയും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ടെക്സ്റ്റ് ബുക്ക് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തന്നിട്ട് പേജ് നമ്പർ പറഞ്ഞുതരും. ചില ഡെറിവേഷൻസുകൾ, ചില തിയറികളൊക്കെ വരുന്നത്. ഞാനപ്പോൾ മെയിൻലി ഫോക്കസിങ് ഓൺ ടെക്സ്റ്റ് ബുക്കിൽ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ്. കേട്ടോ എല്ലാവരും? ഗംഗ, ശ്രേയ, ഹൃതിക്, റീമ. ഓക്കെ. സോ ഇത് നല്ല ഹാർഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്തൊരു പ്രോബ്ലമാണ്. സിലബസിലുണ്ട്, ടെക്സ്റ്റ് ബുക്കിലില്ല. ഓക്കെ. എ ഗാലുനോമീറ്റർ 2024 ആണ് ചെയ്യുന്നത്. ഫുള്ളും 2024 ആണ്. എ ഗാലുനോമീറ്റർ റെസിസ്റ്റൻസ് GO ഈസ് കൺവേർട്ടഡ് ഇൻ ടു എൻ അമീറ്റർ ഓഫ് റേഞ്ച് 0 to 1 ആംപിയർ. ഓക്കെ. ഇഫ് ദ കറന്റ് ത്രൂ ദ ഗാലുനോമീറ്റർ ഈസ് 0.1% ഓഫ് 1 ആംപിയർ the resistance of the ammeter is. നല്ല ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ്റെ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ചാപ്റ്റർ നല്ലപോലെ തറവായിട്ട് പഠിച്ചിട്ട് വരലാണ്. കേട്ടല്ലോ? അപ്പോൾ അങ്ങനെ അത് നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യലാണ്, ഇവിടെ തിയറി പറയണില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതെന്തെങ്കിലും ആർക്കെങ്കിലും വല്ല ഐഡിയ കിട്ടിയോ? ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വല്ല മനസ്സിലായോ? മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചിരിക്കെ. ഒരു ഗാലുനോമീറ്റർ ഉണ്ട്. ഗാലുനോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് മെഷർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന, വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ളത്. അതിനകത്ത് നീഡിലുണ്ടാവും, അറിയാമല്ലോ. ഇവിടെ 1 2 3 4 എന്നൊക്കെ മാർക്കിംഗ് ഉണ്ടാവും. പക്ഷേ ഇതിനൊരു വൈൻഡിങ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ തിയറി പറയില്ല കേട്ടോ, പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം മാത്രം. ഇതിന് ഈ ഗാലുനോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഇങ്ങനെ കുറേ വൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ ആ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ടി വരും. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അത് നിർബന്ധമാണ്. ഒരു ഗാലുനോമീറ്ററിൻ്റെ ഡയഗ്രം ഇത്രയും വരും. ചിലരറിയാതെ G എഴുതാതെ മറന്നു പോവും. G എന്ന് പറഞ്ഞാൽ ഗാലുനോമീറ്ററിൻ്റെ വൈൻഡിങ് റെസിസ്റ്റൻസ് ആണ്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ? ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അല്ലേ ഗംഗ, ഹൃതിക്? ശരിയല്ലേ? ആ മീറ്റർ ആക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇത് നേരിട്ട് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു ബാറ്ററിയിലോട്ട് നേരിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈൻഡിങ് കത്തിപ്പോവും. അപ്പോൾ ഗാലുനോമീറ്ററിൻ്റെ അത്യാവശ്യം തിയറിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഗാലുനോമീറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ കറണ്ട് ഫുള്ളും ഈ വൈൻഡിങ്ങിൽ കൂടി പോയാൽ കത്തിപ്പോവും. കറണ്ട് മെഷർ ചെയ്യലാണ് എൻ്റെ ഒബ്ജക്റ്റീവ്, കത്തിപ്പോവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ പാരലായിട്ട് കണക്ട് ചെയ്യും. ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ S എന്നാണ് എഴുതാറ്, S. അപ്പോൾ S എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി വെരി സ്മോൾ, വളരെ ചെറിയൊരു റെസിസ്റ്റൻസ് ആണ് S. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വല്ല 10 ആംപിയറൊക്കെ കറണ്ട് വരുന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അതിലൊരു 9 ആംപിയറും SC കൂടി കടന്നു പോയിക്കോളും. 9.9 ആംപിയറിന് ചിലപ്പോൾ SC കൂടി കടന്നു പോകും. എസ്സിന് റെസിസ്റ്റൻസ് കുറവല്ലേ. വളരെ ഒരു ചെറിയൊരു കറണ്ട് മാത്രമേ ഗാലുനോമീറ്ററിൻ്റെ വൈൻഡിങ്ങിൽ കൂടി പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗാലുനോമീറ്റർ കത്തിപ്പോവില്ല. അപ്പോൾ ഒരു ഗാലുനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാനുള്ള പ്രൊസീജിയർ നിങ്ങൾക്കറിയാം. ഒരു സീരീസ് റെസിസ്റ്റൻസ്, ഷണ്ട് റെസിസ്റ്റൻസ്, വെരി സ്മോൾ ഷണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യാം. ഇതെല്ലാവരും കൂടി ഒരു ബോക്സ് ഉള്ളിലാക്കിയാണ് നമ്മൾ. ഇതെല്ലാവരും കൂടി നമ്മളൊരു ബോക്സ് ഉള്ളിൽ വെക്കുന്നു. ആ ബോക്സ് ഉള്ളിലിരിക്കുന്ന ആളെ പറയുന്ന പേരാണ് അമീറ്റർ. അപ്പോൾ അമീറ്ററിനുള്ളിൽ S ഉണ്ട്. S ഈസ് എ പാർട്ട് ഓഫ് ദ അമീറ്റർ. മനസ്സിലായില്ലേ? ഈ ബോക്സ്, ഈ കംപ്ലീറ്റ് ആളും ഒരു ബോക്സ് ഉള്ളിലിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ അമീറ്റർ എന്ന് പറയുന്ന ആൾ. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഗംഗ, ഹൃതിക്, എനിക്ക് റെസ്പോൺസ് വേണം. റീമ, ശരിയല്ലേ?
തിയറി കുറച്ച് പറയുള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാം പറയാൻ ടൈമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ആംപിയർ കറണ്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. 0 മുതൽ 1 ആംപിയർ, പരമാവധി 1 ആംപിയർ വരെ കറണ്ട് അലൗഡ് ഉള്ളൂ. അതിൽ കൂടിക്കഴിഞ്ഞാൽ ഈ ഗാൽവനോമീറ്ററിനെ അത് അഫക്റ്റ് ചെയ്യും, വൈൻഡിങ് കത്തിപ്പോവും. 1 ആംപിയർ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 0.1% ഓഫ് 1 ആംപിയർ മാത്രമേ ഈ ഗാൽവനോമീറ്ററിൻ്റെ വൈൻഡിങ്ങിൽ കൂടി പോകുന്നുള്ളൂ. 1 ആംപിയറിൻ്റെ നല്ലൊരു പെർസെൻറ്റേജും കറണ്ട് SC കൂടിയാണ് പോകുന്നത്. 1 ആംപിയറിൻ്റെ വളരെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് 0.1% മാത്രമേ ഗാൽവനോമീറ്ററിൻ്റെ വൈൻഡിങ്ങിൽ കൂടി പോകുന്നുള്ളൂ. 1 ആംപിയറിൻ്റെ 0.1% അത് എത്ര ഉണ്ടാവും? അത് നമുക്ക് ചെയ്യാമല്ലോ. 0.1% ഓഫ് 1 ആംപിയർ കാണുന്നത് അവർ പറയുന്നുണ്ട് കേട്ടോ. അത് ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കാണണമെങ്കിൽ ആ നമ്പറിനെ ആ പെർസെൻറ്റേജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങളത് ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കാണാൻ ആ നമ്പറിനെ ആ പെർസെൻറ്റേജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും താഴെ ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ പോയിൻ്റ് ഒഴിവായി കിട്ടും. നമുക്കതാണ് നല്ലത്. ഓക്കെ, മുകളിലും താഴെ ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 1/1000 ആംപിയർ. ഒരു 1 മില്ലി ആംപിയർ മാത്രമേ ഗാൽവനോമീറ്ററിൻ്റെ വൈൻഡിങ്ങിൽ കൂടി പോകുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഇത് ഗാൽവനോമീറ്ററാണ്. ഇവിടെ വേണമെങ്കിൽ ചെറുതാക്കി എഴുതാം. ഓൺലി 1/1000 ആംപിയർ മാത്രമേ ഗാൽവനോമീറ്ററിൻ്റെ വൈൻഡിങ്ങിൽ പോവുള്ളൂ. ബാക്കിയുള്ള ഫുൾ നല്ലൊരു പെർസെൻറ്റേജ് കറൻറ്റും ഷണ്ട് റെസിസ്റ്റൻസ് വഴി തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഞാൻ ക്ലാസ് ഈ സ്ലോവിലേ പോവുള്ളൂ കേട്ടോ. എല്ലാ ആഴ്ചയും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞ സമയത്തിന് എല്ലാ ചാപ്റ്റർ തീർത്ത് തരാം ഞാൻ. ഓക്കെ, കേട്ടോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഹൃതിക്, ഗംഗ, എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ. ഇനി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. പറഞ്ഞു വരുമ്പോൾ ടൈം എടുക്കും. ഇത് നല്ല ഹൈലി ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ജി ഓം ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. ഓക്കെ, അതൊക്കെ അറിയാം. ഇതും അറിയാം. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ അമീറ്റർ? അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ അമീറ്റർ ഇവിടെ നോക്കട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 1/1000 ആംപിയർ ഇതിൽ കൂടി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എത്ര ആംപിയർ ഉണ്ട്? 1/1000 ആംപിയർ അതിൽ കൂടി പോയി കഴിഞ്ഞാൽ ബാക്കി 999/1000 ആംപിയർ ഇതിൽ കൂടിയാണ് പോകുന്നത്. കാണാൻ പറ്റുമല്ലോ അല്ലേ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? അല്ലേ, ഒരു ആംപിയറിൻ്റെ 1/1000 മാത്രമേ ഗാൽവനോമീറ്ററിൻ്റെ വൈൻഡിങ്ങിൽ കൂടി പോകുന്നുള്ളൂ. റിമൈനിങ് 999/1000 ആംപിയറും ഷണ്ട് റെസിസ്റ്റൻസ് വഴി പോവുകയാണ് ചെയ്യുന്നത്. അതും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ശരിയല്ലേ? ഓക്കെ ആണ്? ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ജിയും എസും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ പോയിന്റിന് ഞാൻ എന്നോ എന്തെങ്കിലും ഒരു പേര് വിളിക്കട്ടെ. എന്നങ്ങാനും പേര് വിളിക്കുക. ഈ പോയിന്റിന് ഞാൻ എന്തെങ്കിലും ഒരു പേര് ഇരിക്കട്ടെ, ബി എന്ന് പറഞ്ഞ പേര് വിളിക്കാൻ പോവാണ്. എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? എന്തിനാണെന്ന് വെച്ചാൽ ജിയും എസും തമ്മിലുള്ള കണക്ഷൻ ഇപ്പോൾ കിട്ടും. അതുകൊണ്ടാണ്. എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണമെങ്കിൽ റെസിസ്റ്റൻസ് ഇൻറ്റു അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട്. ഈ പാത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാത്തിലുള്ള ആകെ റെസിസ്റ്റൻസ് GA ഉള്ളൂ. അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് 1/1000 ആണ്. ഈ പാത്തിലുള്ള ആകെ റെസിസ്റ്റൻസ് Gയും അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് 1/1000 ആണ്. അപ്പോൾ കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് ആണല്ലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1/1000 ഇൻറ്റു G അഥവാ G/1000 ആണ്. എക്കും ബിക്കും എന്തിനാണിത് കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞുതരാം, മനസ്സിലാവും. 1/1000 ഇൻറ്റു G ആണ്. ശരിയല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ആ പറഞ്ഞ പോയിന്റ് കിട്ടിയല്ലോ അല്ലേ? ശരിയല്ലേ? എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ പാത്താണ് റെഫർ ചെയ്യണമെങ്കിൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഈ സെറ്റ് ടു ബി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്നാലും നിങ്ങൾ ഈ പാത്താണ് റെഫർ ചെയ്യണമെങ്കിലോ മനസ്സിലാവുന്നില്ല ചോദിക്കണം കേട്ടോ. ഈ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കണം. ഈ പാത്താണ് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതും എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണല്ലോ. ദേ ആർ പാരലൽ കണക്ഷൻ. അപ്പോൾ ഈ പാത്താണ് റെഫർ ചെയ്യണമെങ്കിലും എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ 999/1000 ഇൻറ്റു എസ് എന്ന് വരും. 999/1000
ഇൻറ്റു എസ് എന്ന് കിട്ടും. ജിയും എസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽ വിൽ ബി സെയിം ആ. എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ പാത്താണ് നോക്കണമെങ്കിൽ ഐ ഇൻറ്റു ആർ വിൽ ബി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ പാത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഇൻറ്റു ആർ. രണ്ട് പാരലൽ ആയതുകൊണ്ട് രണ്ടും സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇതുവരെ മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും? ഹൃതിക, ഗംഗ, ശ്രേയ, വിശ്വ. ഓക്കെ, അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വീണ്ടും കേട്ട് നോക്കാം വേണമെങ്കിൽ കേട്ടോ. ഇവിടെ 1000ഉം ഇവിടെ 1000 ക്യാൻസലായി പോവും അല്ലേ? 1000 പോവും, നമുക്ക് എസ് കിട്ടും അല്ലെങ്കിൽ ജി കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ 999 ലെഫ്റ്റിലോട്ട് പോട്ടെ, 999 ഇങ്ങോട്ട് പോട്ടെ. കുറച്ച് ഹാർഡാണ് കേട്ടോ. എസ് ഈക്വൽ ടു ജി ബൈ 999 എന്ന് കിട്ടും, പക്ഷെ കഴിഞ്ഞിട്ടില്ല. എസ് ഈക്വൽ ടു ജി ബൈ 999. ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ആണെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഗാലുനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിൻ്റെ 1/999 ടൈംസ് ആണ് നമ്മളെ ഷണ്ട് റെസിസ്റ്റൻസ്. അതുകൊണ്ടാണല്ലോ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ടാണല്ലോ നല്ലൊരു കറണ്ട് അതിൽ കൂടി തന്നെ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടം വരെ ക്ലിയർ ആയി. ഇനി ശ്രദ്ധിച്ചിരിക്കുക, ഇതാണ് നമ്മൾ ആ മീറ്റർ കേട്ടോ, മനസ്സിലായല്ല? ഇതെല്ലാം കൂടി ഒരു ബോക്സുള്ളിൽ വെച്ചിരിക്കുക എലോങ് വിത്ത് ഷണ്ട് റെസിസ്റ്റൻസ്. ഇതാണ് നമ്മൾ ആ മീറ്റർ. ഈ ബോക്സിലിരിക്കുന്ന ആളാണ് നമ്മൾ ആ മീറ്റർ. അപ്പോൾ ആ മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പലരും എഴുതും ജിന്ന്. അല്ല, ആ മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ചോദിക്കുമ്പോൾ ജിയും എസും ആ മീറ്ററിൻ്റെ ഒരു പാർട്ടാണ്. എസ് ആ മീറ്ററിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ഇവിടെ ജിയും എസും പാരലായിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്? ആണോ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ജിയും എസും പാരലൽ കണക്ഷൻ അല്ലേ? എന്തായാലും മിണ്ടാത്തെ? അപ്പോൾ അമീറ്റർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും ജി ആണെന്നാ. അല്ല, അമീറ്റർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജിയുടെയും എസിൻ്റെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. അമീറ്റർ റെസിസ്റ്റൻസ് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ആർന്നെങ്ങനെ അസ്യൂം ചെയ്യേ. എനിക്കറിയില്ല, ആർന്ന് അസ്യൂം ചെയ്യേ. ജിയുടെയും എസിൻ്റെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. നിങ്ങളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ടാണ് കണക്ട് ചെയ്യണമെങ്കിൽ, രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആവുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഗിവൺ ബൈ 1 ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു 1/G + 1/S. ഇങ്ങനൊരു മെത്തേഡ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പാരലൽ ആയി കഴിഞ്ഞാൽ ഇല്ലേ? ശ്രേയ, ഉണ്ണിമായ, വിശ്വ അല്ലേ? ഞാൻ വളരെ സ്ലോയിൽ തന്നെ ഉണ്ടോ പറയുന്നത്, പെട്ടെന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആരാണെന്ന് അസ്യൂം ചെയ്തു. ജിയും എസും പാരലൽ ആയതുകൊണ്ട് 1/G + 1/S ആണ്. അപ്പോൾ ജിയുടെ ടേമിലാണ് ആൻസർ വേണ്ടത്. ഇവിടെ എഴുതാം അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1/R ആണ് ചെയ്യുന്നത്. 1/G, ജി എന്നുള്ളത് ജി തന്നെയാണ്. എസ് എന്നുള്ളത് G/999 ആണ്. ശരിയല്ലേ? അതെ, എസ് G/999 ആണെന്ന് ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് 1/G + 1/G/999 എന്ന് പറയുമ്പോൾ അത് റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എടുത്തിട്ട് 999 ഡിവൈഡഡ് ബൈ G എന്നാവും. അത് മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ എന്ന് വിചാരിക്കുന്നു അല്ലേ? എന്തായാലും മിണ്ടാത്തെ അല്ലേ എമില്, വിശ്വ? ഇത് ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് സ്കിപ്പ് ചെയ്യാണ്. 1 + 999 എന്ന് വെച്ചാൽ 1000 ആണ്. അത് എല്ലാവർക്കും അറിയാമല്ലോ. 1 + 999 ചെയ്താൽ 1000 ആണ്. 1000/G ആണ്. ആർ എന്ന് പറഞ്ഞാൽ ആ മീറ്റർ റെസിസ്റ്റൻസ് ആണ്. രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുത്താൽ G/1000 കിട്ടും. ഓ, ഇതൊന്നും ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഗാലുനോമീറ്റർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഒന്നുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് കേട്ട് നോക്കാം. സൊല്യൂഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് വീണ്ടും കേട്ട് നോക്കാം. അപ്പോൾ R = G/1000 എല്ലാവർക്കും ഓക്കെ ആയല്ലോ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ? അപ്പോൾ നിങ്ങൾ തിരക്ക് പിടിച്ച് എഴുതേണ്ട, ടൈം എടുക്കും. ഓക്കെ, ഞാൻ ഇത് അയച്ചു തരാം. ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് 2 ക്ലിക്കിൽ ഇത് PDF ആയി മാറും കേട്ടോ. 2 ക്ലിക്കിൽ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. 2024 ആയി, 2023 ആണിത്. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ചാപ്റ്റർ തന്നെയാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഒരു ചാപ്റ്ററിന് ഒരു 2 ക്ലാസ്സെങ്കിലും വേണം, ചിലപ്പോൾ 3 ആവാം ചിലപ്പോൾ.
എ പീസ് ഓഫ് വയർ, അഗെയിൻ ഇൻഡയറക്റ്റ് ആണ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ്. എ പീസ് ഓഫ് വയർ bent in the form of circular loop A carries a current I. എന്നാ ഒന്നുകൂടി വായിക്കാം. A piece of wire bent in the form of a circular loop A carries a current I. Okay. The wire is then bent into a circular loop B of 2 turns and carries the same current. The ratio of the magnetic fields at the center of the loop A to that of loop B. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ശരിയാണോ അല്ലേ? വിശ്വ, ശ്രേയ, ഗംഗ, ഹൃതിക്, ഉണ്ണിമായ അല്ലേ? എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. എൻ്റെ കയ്യിൽ ഒരു വയറിൻ്റെ പീസ് ഇരിപ്പുണ്ട്, മനസ്സിലായല്ലോ? എൻ്റെ കയ്യിൽ ഒരു വയറിൻ്റെ പീസ് ഉണ്ട്. ലെങ്ത്ത് സേ എല്ലെന്നോ എന്തെങ്കിലും പേര് കൊടുക്ക്, തൽക്കാലത്തേക്ക് എല്ലെന്നെങ്ങാനും പേര് കൊടുക്ക്. ഇതിനെ നമുക്ക് കോയിലാക്കി മാറ്റണം, മനസ്സിലായല്ലോ? ഇതിനെ നമുക്ക് കോയിലാക്കാം. രണ്ട് രീതിയിൽ കോയിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിനെ വെറുതെ ഇങ്ങനെ റൗണ്ട് ചെയ്യുക, ഇതിങ്ങനെ ചുമ്മാ മടക്കുക, മനസ്സിലായില്ലേ? ഇതിങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു ലൂപ്പാക്കി മാറ്റാൻ പറ്റും, ഒരു സർക്കിളാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അത് കണ്ടില്ലേ, ഇതിനിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൂപ്പാക്കി മാറ്റാം. ഒരു സിംഗിൾ ടേൺ ആണ്. ലൂപ്പ് എ എന്നാണ് അവർ ക്വസ്റ്റിൽ പേര് കൊടുത്തിരിക്കുന്നത്, ലൂപ്പ് എ. ഇങ്ങനെ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ കൂടി ഐ എന്ന് പറഞ്ഞ കറൻറ്റിനെ പാസ് ചെയ്യിപ്പിക്കുകയാണ്. ഐ എന്ന് പറഞ്ഞ കറൻറ്റ് അതിൽ കൂടി സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഇതിന് സെൻറ്ററിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അത് നിങ്ങൾക്കറിയാലോ അല്ലേ? ശരിയല്ലേ? നടുക്കായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും കറൻറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ. ശരിയാണോ ഗംഗ, ഉണ്ണിമായ, ശ്രേയ അല്ലേ? അപ്പം കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്കതിനെ ബി എന്ന് പേര് വിളിച്ചാലോ? എന്തെങ്കിലും ഒരു പേര് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ലൂപ്പ് എയുടെ സെൻറ്ററിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി എന്നാണ്. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ? നമുക്കത് കാണാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണത് ഓക്കെ. ഇതിൻ്റെ നമുക്കിവിടെ എല്ലാണല്ലോ ലെങ്ത്ത്, ഇതിൻ്റെ റേഡിയസ് നമുക്ക് അറിയില്ല. നമുക്ക് റേഡിയസ് വല്ല R1 ആണെന്ന് എങ്ങാനും വിചാരിക്കുക. റേഡിയസ് R1 ആണെന്ന് വിചാരിക്കുക തൽക്കാലം, അറിയാത്തത് കൊണ്ട്. കാരണം R വേണം നമുക്ക്. അതെന്തിനാണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇതിനെന്തോ റേഡിയസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ഇതിൻ്റെ പെരിമീറ്റർ, ഈ ലൂപ്പിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ വയറിൻ്റെ ലെങ്ത്താണ്. അതിലാർക്കെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടോ? ഈ ലൂപ്പിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് L അല്ലേ? ആണോ? ശരിയല്ലേ? ഗംഗ, ഉണ്ണിമായ മനസ്സിലാവുന്നുണ്ടോ? ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr1 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr ആണ്. അത് എല്ലാണെന്ന് നമുക്ക് മനസ്സിലായി. റേഡിയസ് ഇല്ലാതെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L/2π നമുക്ക് വേണമെങ്കിൽ എഴുതാം. ആ വയറിൻ്റെ പീസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് L ഈസ് ഗിവൺ ടു അസ്. ഞാൻ അതിനെ ബെൻഡ് ചെയ്തൊരു സർക്കിളാക്കി മാറ്റി. അപ്പോൾ അതിനൊരു റേഡിയസ് ഉണ്ടായിരിക്കും. റേഡിയസ് ഈസ് ഗിവൺ ബൈ L/2π. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനായിട്ട് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? μ0 Ni/2r എന്ന് പറഞ്ഞൊരു ഫോർമുല ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എത്ര പേര് ഓർമ്മയുണ്ട്? നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. ഇങ്ങനൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എവിടെ? ഇതെന്തിൻ്റെ ഫോർമുലയാണെന്ന് വെച്ചാൽ, ഒരു ലൂപ്പില്ലേ, ലൂപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ടേൺസ് വേണമെങ്കിലും വരാം. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ ലൂപ്പ്, കുറേ തവണ ഇങ്ങനെ റൗണ്ട് അടിക്കുന്നു. നമ്പർ ഓഫ് ടേൺസ് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്പർ ഓഫ് ടേൺസിനെയാണ് നമ്മൾ N എന്ന് പറയുന്നത്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സർക്കിളിൽ കൂടിയും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറൻറ്റ്, ഓരോ സർക്കിളിൽ കൂടിയും സെയിം കറൻറ്റാണ് പാസ് ചെയ്യുന്നത്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സർക്കുലർ ലൂപ്പിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല μ0 Ni/2r ആണ്. അപ്പോൾ ഈ ഫോർമുല ഇട്ട് കൊടുക്കുക. ഓക്കെ, ഈ ഫോർമുല ഇട്ട് കൊടുക്കുക. ശ്രദ്ധിച്ചിരിക്കുക, കുറച്ച് ടൈം എടുക്കും. അല്ല, ഞാൻ പറഞ്ഞു വരുമ്പോൾ ടൈം എടുക്കും. μ0 ബി അല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ള ഇതാണ് വേണ്ടത്, ബി എ. ആരും ലീവ് ചെയ്ത് പോകരുത് കേട്ടോ. ബി എ ഈക്വൽ ടു, എനിക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുക, ബോറിംഗ് ആവാനും പാടില്ല. ഇത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മ്യൂ സീറോ ഫിക്സഡ് ആണ്. മ്യൂ സീറോ ഫിക്സഡ് നമ്പർ. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ ടേണേ ഉള്ളൂ. അങ്ങനെ പറയുന്നുണ്ട്, സിംഗിൾ ടേൺ ആണ് അല്ലേ. വയർ ഇസ് ബെൻഡ് ടു ഇല്ല, ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ സർക്കുലർ ലൂപ്പ്. ഓക്കെ, ഒറ്റ ടേണേ ഉള്ളൂ ഇവിടെ. ഇവിടെ എന്നിന് പകരം 1 ഇട്ട് കൊടുക്കുക. ഐ എന്ന് പറഞ്ഞാൽ ഐ തന്നെയാണ്. ഓക്കെ, ബൈ 2r. ആർ എന്ന് പറഞ്ഞ റേഡിയസ്, ലൂപ്പിൻ്റെ റേഡിയസ്, അത് L/2π ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മനസ്സിലായോ നിങ്ങൾക്ക് അല്ലേ? ഓക്കെ, ക്ലിയർ എല്ലാവർക്കും? ഉണ്ണിമായ, ഗംഗ എന്താ റെസ്പോൺസിലല്ലോ, അല്ലാത്തപ്പോൾ ഗംഗ എപ്പോഴും റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഋതിക്ക് അതെ ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, റഹീമയ്ക്ക് മനസ്സിലായോ? റഹീമ, 2ഉം കട്ടായി പോവും. ഓക്കെ, 2ഉം കട്ടായി പോവും. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാം കേട്ടോ. പൈ മോളിലോട്ട് പോവും. ഓക്കെ, പൈ മോളിലോട്ട് പോവും. അതിനുവേണ്ടി ഒത്തിരി സമയം കളയാനില്ല. മ്യൂ സീറോ ഇൻറ്റു പൈ ഇൻറ്റു I/L കിട്ടും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. മ്യൂ സീറോ പൈ I/L കിട്ടും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഒരെണ്ണേ കഴിഞ്ഞിട്ടുള്ളൂ, ഒരു പാർട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് വേറെ രീതിയിൽ ലൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഒറ്റ ടേണുള്ള രീതിയിൽ ഉണ്ടാക്കിയാൽ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അവർ വേറെ രീതിയിൽ ലൂപ്പ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഇതേ ലൈൻ സെഗ്മെൻ്റ് എടുത്തിട്ട് വേറൊരു ലൂപ്പ് ഉണ്ടാക്കണം. 2 ടേൺ വരണം, 2 തവണ റൗണ്ട് വരണം. ഇങ്ങനെ പോയിട്ട് വീണ്ടും ഒരു തവണ വീണ്ടും ഒന്നുകൂടി വിസിബിൾ ആവാൻ വേണ്ടി ഒന്നുകൂടി കാണിച്ചു തരാം. ആ L എന്ന് പറഞ്ഞ കണ്ടക്ടർ എടുക്കുക, ഒരു ചുറ്റിൽ ചുറ്റിയിട്ട് വീണ്ടും ഒരു ചുറ്റിലും കൂടി ചുറ്റാം. മനസ്സിലായില്ലേ? 2 റൗണ്ട് ഉണ്ട്. n=2 ആണ്. 2 ടേൺസ് വരുന്ന രീതിയിൽ 2 തവണ റൗണ്ട് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ അത്രയും റേഡിയസ് ഇവിടെ വരില്ല. ഇവിടുത്തെ റേഡിയസ് R2 ആയിരിക്കും അല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന അത്രയും റേഡിയസ് ഉണ്ടാവില്ലല്ലോ. മനസ്സിലായോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും? കറക്റ്റ് അല്ലേ? എവിടെ? ദിസ് ഈസ് ലൂപ്പ് ബി ആണിത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 2 × 2πr2 ആയിരിക്കും. കാരണം 2 ടേൺ ഉണ്ടല്ലോ, 2 തവണ റൗണ്ട് അടിച്ചിട്ടുണ്ട്. ഒറ്റ തവണ റൗണ്ട് അടിക്കുമ്പോൾ തന്നെ 2πr2 ആയി. 2 തവണ റൗണ്ട് അടിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പെരിമീറ്റർ 2 × 2πr2 ആയിരിക്കും. 2 തവണ റൗണ്ട് അടിക്കുന്നുണ്ട്. അത് നമ്മളെ കണ്ടക്ടറിൻ്റെ ലെങ്ത് L ആയിരിക്കും. R2 ഇല്ലാതെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ചിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ചെയ്യാണ്. L/4π ആണേ. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് അറിയണം. ബി എന്നോ എന്തിലൊക്കെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ B2 എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തോ. ഇത് B1 ഇരിക്കട്ടെ. മനസ്സിലായാലോ? ഒരു മിനിറ്റ്. B1 മറ്റേത് B2 എന്നും പേര് കൊടുക്കുക. ഇത് B2 ആണേ. ഞാൻ കുറച്ച് അത്യാവശ്യം വലുതാക്കി എഴുതാം. ഇതിപ്പോൾ ഞാൻ കാണാൻ പറ്റുമല്ലോ അല്ലേ? പരമാവധി ലാപ്ടോപ്പിൽ തന്നെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ B2 കാണണം. B2 കാണാനുള്ള ഫോർമുല μ0 ni/2r പ്രകാരം μ0 ഇൻറ്റു n ഇവിടെ 2 ആണ്. കേൾക്കാമല്ലോ അല്ലേ? ശരിയല്ലേ എല്ലാവർക്കും? ശ്രേയ പറഞ്ഞോ. ആ, ഇവിടെ 6 പറയുന്നത്? ഓക്കെ വെരി ഗുഡ്. ഓക്കെ, R2 ആണ്. ശരിയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. μ0 ni/2r. μ0 n എന്ന് പറഞ്ഞാൽ 2 ആണ്. I എന്ന് പറഞ്ഞാൽ I തന്നെയാണ്. അവർ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. സെയിം കറണ്ട് തന്നെയാണ് I. 2r എന്ന് പറഞ്ഞാൽ L/2π ആണേ. B2 എന്ന് പറഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ സമയം കളയില്ല കേട്ടോ. ഇതെങ്ങനെയാണ് വെട്ടിപ്പോകുന്നത്, എങ്ങനെയാണ് റെസിപ്രോക്കൽ ആവുന്നത്, അതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കാം. ഇപ്പം ഈ മുകളിലോട്ട് പോകുമ്പോൾ μ0
പൈ ഇൻറ്റു 2i ഡിവൈഡ് ബൈ എൽ എന്നാണ് കിട്ടുന്നത്. പൈ മുകളിലോട്ട് പോയി മ്യൂ 0 പൈ 2i ബൈ എൽ എന്ന് കിട്ടും. തെറ്റിയിട്ടില്ലല്ലോ? കറക്റ്റ് അല്ലേ? എല്ലാ പൈ കറക്റ്റ്. ഇവിടെ 2 പോയി, അപ്പോൾ ഇവിടെയും 2 പോയിട്ടുണ്ടായിരുന്നു. 1:2 എന്തോ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നു. ഒരു മിനിറ്റ്. 4 പൈ അതന്നെ. യെസ് കറക്റ്റാണ്. താഴെ 4 പൈ ആയിരുന്നു. എൽ ബൈ 4 പൈ അല്ലേ? അപ്പോൾ 2 മുകളിലോട്ട് പോയി. ഓക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിംപ്ലിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി, വെട്ടിച്ചെറുതാക്കലും കാര്യങ്ങളും. സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? നമുക്ക് റേഷ്യോ ആണ് വേണ്ടത്. B1 ബൈ B2 ആണ് നമ്മളെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. B1 ബൈ B2. അപ്പോൾ B1 ബൈ B2 ചെയ്യുമ്പോൾ വാട്ട് ഈസ് B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ എഴുതിയിട്ടുണ്ട്? B1 മ്യൂ 0 പൈ i ഡിവൈഡഡ് ബൈ എൽ. വാട്ട് ഈസ് B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ 0 പൈ ഇൻറ്റു 4i ബൈ എൽ. വെട്ടിക്കളയിലും റെസിപ്രോക്കലൊക്കെ പിന്നെ. ഓക്കെ, മ്യൂ 0 വെട്ടിപ്പോയി, പൈ പോയി, ഐ പോയി, എൽ പോയി. യു വിൽ ഗെറ്റ് 1/4. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ബാക്കി എല്ലാവരും പോയിട്ട് 1/4 ആണ് റേഷ്യോ. ഓക്കെ, ക്ലിയർ? ഉണ്ണിമായ, ശ്രേയ, എമില് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വിശ്വയ്ക്ക് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇത് ഈ സ്പീഡിൽ പോയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ, പെട്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും ഇപ്പോൾ എഴുതണ്ട, അടുത്തതിലോട്ട് പോവാണ്. ഇത് അത്ര ടഫൊന്നുമല്ല, ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇങ്ങനത്തെ പ്രോബ്ലം. ഇത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ചെയ്യുമ്പോൾ മാഗ്നറ്റിസം ആൻഡ് മാറ്ററും കൂടി കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ പേടിക്കാനില്ല, അതിൽ നിന്ന് ന്യൂമറിക്കൽ കുറച്ചേ ഉള്ളൂ. അതിവിടെ വരുന്നുണ്ട്, അതാണ് ഇത് തോന്നുന്നത്. പിന്നെ വെറുതെ തിയറിയാണ്. വാട്ട് യു മീൻ ബൈ ഡയാമാഗ്നറ്റിസം, വാട്ട് ഈസ് പാരാമാഗ്നറ്റിസം, അങ്ങനത്തെ കാര്യങ്ങളും അതൊന്നും കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് ചലഞ്ചിങ് അല്ല. ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ന്യൂമറിക്കൽസുകളാണ് ചെയ്യുന്നത്. അപ്പോൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ രണ്ടും കൂടി കവർ ചെയ്യാണ്. എ ബാർ മാഗ്നറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് 2.5 ജൂൾസ് പെർ ടെസ്ല. യൂണിറ്റ് ഒന്നും നോക്കണ്ട. എ ബാർ മാഗ്നറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ലൈസ് അലൈൻ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് 0.32 ടെസ്ല. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, റിപ്പീറ്റഡ് ആണ്, ഞാൻ കണ്ടിട്ടുണ്ട് സാമ്പിൾ പേപ്പറിലും പലയിടത്തും. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ടേൺ ദ മാഗ്നറ്റ് സോ ആസ് ടു അലൈൻ ഇറ്റ്സ് മാഗ്നറ്റിക് മൊമെൻറ്റ് നോർമൽ ടു ദ ഫീൽഡ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ടു ദ ഫീൽഡ് ഡയറക്ഷൻ. വാട്ട് ഈസ് ദ ടോർക്ക് ഓൺ ദ മാഗ്നറ്റ് ഇൻ എബോവ് കേസസ് 1 and 2. ഇത് എങ്ങനെ ചെയ്യണമെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയേ. മറന്നുപോയിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ? ശരിയല്ലേ? മറന്നുപോയിട്ടുണ്ടാവും. എവിടെ ശ്രദ്ധിച്ചിരുന്നത്? നിങ്ങളെപ്പോഴും ഒരു ന്യൂമറിക്കൽ വരുമ്പോൾ പിക്ചർ വരയ്ക്കുക. ഞാൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ പിക്ചർ വരയ്ക്കുന്നുണ്ട്. പിക്ചർ വരച്ചില്ലേ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, ശരിയല്ലേ? എല്ലാത്തിലും പിക്ചർ വരയ്ക്കുക. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, നമ്മളത് ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാൻ പോവാണ്. കാരണം പിക്ചർ വരയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി തുടങ്ങുന്നത് അല്ലേ? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി ഉണ്ട്. അത് എത്രയാണെന്നാണ് പറയുന്നത്? ഇല്ല, അത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് 0.32 ടെസ്ല. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇല്ലേ? ഇവിടം വരെ കുഴപ്പമുണ്ടാവില്ലല്ലോ. ഈ പിക്ചർ വരച്ചത് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ഉണ്ടോ? മനസ്സിലായി? ശ്രേയ, എമില് ഞാനിത് പ്രത്യേകം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അലൈൻ വിത്ത് ഒരു ബാർ മാഗ്നറ്റ് ഇതിനുള്ളിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഇതിനകത്ത് ആരാണുള്ളത്? ഒരു ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റ് സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണേന്ന് അറിയാമോ? ഇത്രയ്ക്ക് തിക്നെസ് ഒന്നും വേണ്ട. ബാർ മാഗ്നറ്റ് ഞാനൊരു ലൈൻ സെഗ്മെൻ്റ് ആയിട്ട് വരയ്ക്കുന്നുള്ളൂ, വെറുതെ സ്പേസും കളയണ്ടല്ലോ. ഇതാണ് നമ്മളെ ബാർ മാഗ്നറ്റ്. മനസ്സിലായല്ലോ? ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് പോൾ ഇവിടെയും സൗത്ത് പോൾ ഇതായിരിക്കും. ഇതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. കാരണം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഞാൻ റൈറ്റ് സൈഡിലോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഇതിങ്ങനെയായി മാറും. സ്റ്റഡി സ്റ്റേറ്റിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. നോർത്ത് പോള്
ഹെഡിങ് ടുവേർഡ്സ് അല്ല ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. നോർത്ത് പോള് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വേണമെങ്കിൽ വിളിക്കാം. സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. നോർത്ത് പോൾ ഡയറക്റ്റിംഗ് ടുവേർഡ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്, മറക്കണ്ട. അപ്പോൾ ഇവിടെ എന്താണ്, ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് തന്നിട്ടുണ്ട് അല്ലേ. മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് മൊമെൻ്റ് എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചിട്ടാണ്. ഓരോ മാഗ്നറ്റിനും മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്, മനസ്സിലായില്ലേ. മാഗ്നറ്റിൻ്റെ പവർ സ്ട്രെങ്ത് അത് ഇവിടെ തന്നിട്ടുണ്ട് 2.5 ജൂൾസ് പെർ ടെസ്ല. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് ആംപിയർ മീറ്റർ സ്ക്വയർ. ഓക്കെ, മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്. ജൂൾസ് പെർ ടെസ്ല അത് നിങ്ങൾ നോക്കണ്ട, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. മാഗ്നറ്റിക് മൊമെൻറ്റ് 2.5 ആണ്. ഇവിടം വരെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ശരിയല്ലേ ഉണ്ണിമായ ശ്രേയ? ഓക്കെ, ഇനി എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ഇത് പിക്ചർ വരയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ വന്ന് തുടങ്ങുന്നത്. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഫോർമുലയൊക്കെ ഞാൻ ഇവിടെ എഴുതാം, എന്നിട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഫോർമുല പറഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ അല്ലേ. Find the amount of work done to turn the magnet so as to align its magnetic moment normal to the direction. ഇതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യണം. ഒരു എക്സ്റ്റേണൽ വർക്ക് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് തിരിച്ച് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ഇതിനെങ്ങനെയാക്കി മാറ്റണം, ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം 90 ഡിഗ്രി നോർമലാക്കി മാറ്റണം എന്നാണ് പറയുന്നത്. അതിന് എത്ര വർക്ക് വേണ്ടി വരും? ഇവിടെ എന്നും ഇവിടെ എസ്സും വരണം. ഇതിന് ഞാൻ എൻ്റെ കൈ കൊണ്ട് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യണം. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് അവിടെ എത്തിക്കാൻ ഞാൻ കുറച്ച് എക്സ്റ്റേണൽ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്നിന് റൈറ്റിലോട്ട് പോകാനാണ് ടെൻഡൻസി. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ ഞാൻ എത്ര വർക്ക് ചെയ്യണം? അതാണ് ഫസ്റ്റ് പാർട്ട്. എല്ലാവർക്കും മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഇത്രയും ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അപ്പോഴേ ഒരു ഫോർമുല ഉണ്ട്. ഇത് ഞാൻ പതുക്കെയാണ് കേട്ടോ, നോ വെലോസിറ്റി, പതുക്കെ അനക്കാണ് കൊണ്ടുപോകുന്നത് സ്ലോവിൽ. വെലോസിറ്റി എന്ന് പറഞ്ഞ ആളൊന്നുമില്ല. അപ്പോൾ വർക്ക് ഡൺ കാണണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഫോർമുല ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കാം. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഗംഗയ്ക്കൊന്നും ഐഡിയ ഇല്ലേ? ഗംഗ മറന്നുപോയോ ഇതൊക്കെ? ഗംഗ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചെയ്യാനായിട്ട്? ഓർമ്മയില്ല, മറന്നുപോയി അല്ലേ? മറന്നുപോയി. എന്നാലേ ഓർത്ത് വെച്ചാ വർക്ക് ഡൺ അല്ലേ, വർക്ക് ഡൺ W റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക് കാണാനായിട്ടുള്ളൊരു ഫോർമുല വളരെ എളുപ്പമാണ്. സ്റ്റാർട്ടിങ് പറഞ്ഞുതരാം. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ യു എന്ന് പി എന്ന് എഴുതിയേക്കാം. യു എന്ന് എഴുതിയാൽ മറന്നു, മനസ്സിലാവില്ല. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഇത് നിങ്ങൾ മറന്നു പോകാൻ വഴിയില്ല. നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി എന്നാണ്. ഇവിടെ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ വെലോസിറ്റി ഒന്നുമില്ല. പതുക്കെ അനക്കി റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലേ. വെലോസിറ്റി അങ്ങനെ ഇല്ല. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞതൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല നിങ്ങൾ കഴിഞ്ഞ വർഷം മുതലേ പഠിക്കുന്നതാണ്. ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഇവിടെ സൈഡിലായിട്ട് എഴുതണോ? ആർക്കെങ്കിലും വല്ല ഓർമ്മയുണ്ടോ? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് അറിയാനുള്ള കാണാനുള്ള ഫോർമുല ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല, ആർക്കും ഓർമ്മയില്ല. ഒരു മാഗ്നറ്റ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മനസ്സിലായല്ലോ. തീറ്റ വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് കേട്ടോ. സൗത്ത് നിന്ന് നോർത്തിലോട്ടാണ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. എ മാഗ്നറ്റ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കാണാനായിട്ടൊരു ഫോർമുല ഉണ്ട്. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച അതേ ഫോർമുല തന്നെയാണ്. മൈനസ് MB കോസ് തീറ്റ മൈനസ് PE കോസ് തീറ്റ എന്ന് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് സിമിലർ ഫോർമുലയാണ്. മറക്കണ്ട, പൊട്ടൻഷ്യൽ എനർജി ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റ് വെച്ചാൽ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് കാണാനുള്ള ഫോർമുല ഓർമ്മയില്ലെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. മൈനസ് MB കോസ് തീറ്റയാണ്. M എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിൻ്റെ മൊമെൻറ്റ്, B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, തീറ്റ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്ക് വരുന്ന ആംഗിള്.
ഓക്കെ ആണോ? ക്ലിയർ ആയോ നിങ്ങൾക്ക് എല്ലാവർക്കും? ശരിയല്ലേ അല്ലേ? ആ, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞപ്പോൾ എന്ത് വരും പറഞ്ഞേ? ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ് ആണ് ഞാൻ ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലേ? ഫൈനൽ സ്റ്റേറ്റ് ആണ് ഞാൻ ഡോട്ട് പോലെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റിൽ തീറ്റ 90 ഡിഗ്രിയാണ്. കാരണം മാഗ്നറ്റിക് ഫീൽഡായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ -m/b cos 90 ഡിഗ്രി അല്ലേ? വെർട്ടിക്കലി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി -mb cos 90യും ഇനീഷ്യലി 0 ഡിഗ്രിയിലാണ് ഇരുന്നത് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനീഷ്യലി 0 ആണ്. സോ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി -mb cos 0 ഡിഗ്രി. വളരെ സ്ലോയിലാണ് പറഞ്ഞു പോണേ. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? ഇനി മറന്നു പോകരുത് ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ക്ലിയർ ആയോ? റെയ്മ, എമില്, ഹൃതിക് എല്ലാവർക്കും? ഇതിൽ cos 90 എന്ന് പറഞ്ഞ ആൾ നമുക്ക് ഒഴിവാക്കാം. കാരണം cos 90 0 ആയതുകൊണ്ട് വെറുതെ എമ്മും ബി ഇട്ട് കൊടുത്ത് സമയം കളയണ്ട. cos 90 0 ആണ്. അപ്പോൾ അത് പോയി. അപ്പോൾ ആരാ ബാക്കി വരുന്നത്? ഇപ്പോൾ ഇവിടെ മൈനസോ മൈനസ് പ്ലസ് ആയി മാറും. മൈനസ് പ്ലസ് എം ബി വരും. എം ബി cos 0 1 ആയതുകൊണ്ട് അത് എഴുതണില്ല. cos 0 1 എം ബിയിലായ എം എത്രയാണ്? എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റ് 2.5. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് 0.32. അത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാനിവിടെ കാൽക്കുലേറ്റർ എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? എം ബി മനസ്സിലായല്ലോ? വർക്ക് എവിടെ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഈസ് ഓക്കെ. നൗ സെക്കൻഡ് പാർട്ട്. ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ. ഓപ്പോസിറ്റ് ടു ദ ഫീൽഡ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് 180 ഡിഗ്രി തിരിക്കണം. 180 ഡിഗ്രി തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന ആളായിരുന്നു. എങ്ങനെ? റൈറ്റ് സൈഡിലോട്ട് ഡയറക്റ്റ് ചെയ്യുമ്പോൾ 0 ഡിഗ്രി ആയിരുന്നേ. ഇയാളെ 180 ഡിഗ്രി തിരിച്ചിട്ട് എങ്ങനെയാക്കണം? ഇവിടെ ഇങ്ങനെ വരച്ചാൽ മതിയോ? 180 ഡിഗ്രി തിരിച്ചിട്ട് ഇങ്ങനെ ആക്കണം. നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് എങ്ങോട്ടാ? നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് റൈറ്റ് സൈഡിലോട്ടാണ്. മനസ്സിലായല്ലോ? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? റൈറ്റ് സൈഡിലോട്ട്. ഇങ്ങനെ ഉണ്ടായിരുന്ന ആളെ റൊട്ടേറ്റ് ചെയ്ത് 180 ഡിഗ്രി തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പോസിറ്റ് ടു ദ ഫീൽഡ് ഡയറക്ഷൻ. എന്നിനപ്പുറത്തോട്ടാക്കണം. അപ്പോൾ ഇനീഷ്യൽ ആംഗിള് 0 ഡിഗ്രിയാണ്. ഇങ്ങോട്ട് തിരിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ മാഗ്നറ്റിക് മൊമെന്റ് ഇപ്പോൾ ലെഫ്റ്റിലോട്ടാണ്. എസ് സി എന്ന എന്നിലോട്ടാണല്ലോ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ. ബി ആണെങ്കിൽ റൈറ്റിലോട്ടും എം ലെഫ്റ്റിലോട്ടും. അപ്പോൾ 180 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. മായിക്കോട്ടത് അല്ലേ? ശരിയല്ലേ? തിരിച്ചു കഴിഞ്ഞാൽ 180 ഡിഗ്രി അല്ലേ വരാ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എമില് ആവശ്യമില്ലാത്ത ഇതൊക്കെ മായിക്കാണ്. അപ്പോൾ 0 ഡിഗ്രിയിൽ ഉണ്ടായിരുന്ന ആള് അങ്ങോട്ട് തിരിച്ച് ആക്കണം. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട എഫേർട്ട് എത്രയാണ്? എത്ര വർക്ക് വേണ്ടി വരും? സെയിം ടെക്നിക്ക് തന്നെ. വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല മറന്നോ പോലെ വർക്ക് കാണാനായിട്ട് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ -mb cos θ -mb cos 180. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി -mb cos 180. ക്ലിയർ ആയോ എല്ലാവർക്കും? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? റെയ്മ, ഗംഗ, എമിൽ. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യലി 0 ആയിരുന്നല്ലോ. -mb cos 0. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല മറന്നോ പോലെ കേട്ടോ. ഇനി നിങ്ങൾ ഇവിടെ എഴുതാം അല്ലേ? cos 180 -1 ആണ്. ചെറിയ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്. cos 180 -1 ആണ്. 0, 90, 180യുടെ കോസും സൈനൊക്കെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത് -mb × -1.
മൈനസ് എം ബി ഇൻറ്റു -1 വിൽ ബി പ്ലസ് എം ബി. ഇവിടെ മൈനസും മൈനസും കൂടി പ്ലസ് ആവും അല്ലേ? മൈനസ് മൈനസ് പ്ലസ് ആയി. cos 0 1 ആയതുകൊണ്ട് എഴുതുന്നില്ല എം ബി. എം ബി പ്ലസ് എം ബി 2 ടൈംസ് എം ബി വർക്ക് ചെയ്യേണ്ട വരും 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കാൻ. അപ്പോൾ 2 ടൈംസ് 2.5 ഇൻറ്റു 0.32 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി പിന്നെ. ഓക്കെ, ജൂൾസ് ആണ് കേട്ടോ, യൂണിറ്റ് ജൂൾസ് എന്ന് എഴുതണേ. അപ്പോൾ എല്ലാവർക്കും എ പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ ഇതുവരെ. എല്ലാവർക്കും ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ എല്ലാവർക്കും? അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി? ആരും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യട്ടെ, കാരണം ടോർക്ക് കൂടി കാണാൻ പറയുന്നുണ്ട് ഇവിടെ. 1 and 2. അതെ, 1 and 2. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യട്ടെ. ജസ്റ്റ് മിനിറ്റ്. ഞാൻ ഡയഗ്രം തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. ഡയഗ്രം ഞാൻ രണ്ടാമത് വരയ്ക്കുന്നില്ല, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, നേരത്തെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഡയഗ്രാം വരച്ച് വെറുതെ സമയം കളയില്ല. ഫസ്റ്റ് കേസിൽ എത്രയാണ്? ഫസ്റ്റ് കേസ് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല ശരിക്കും. വാട്ട് ഈസ് ദ ടോർക്ക് ഓൺ ദ മാഗ്നറ്റ് ഇൻ ദ എബോവ് കേസസ് 1 and 2? ടോർക്ക് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ നോർമലായിട്ടിരിക്കുന്ന സമയത്ത് എന്ത് ടോർക്ക് ഉണ്ടാവും? 180 ഡിഗ്രി റൊട്ടേറ്റഡ് സ്റ്റേറ്റിലിരിക്കുമ്പോഴും എന്ത് ടോർക്ക് ഉണ്ടാവും? ടോർക്ക് കാണാനുള്ള ഫോർമുല അറിയാമോ നിങ്ങൾക്ക്? ടോർക്ക് അതറിയാം. ടോർക്ക് കാണാനുള്ള ഫോർമുല അറിയാമല്ലോ. കുറേ പേരൊക്കെ മറന്നുപോയി. ഇനി മുതൽ എല്ലാ ക്ലാസ്സിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സോട് കുറേ അത്യാവശ്യം തീരുമായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോഴേ എന്താണെന്ന് വെച്ചാൽ ടോർക്ക് ഇങ്ങനെ നമ്മളൊരു ബാർ മാഗ്നറ്റ് ഉണ്ട്, സൗത്ത് നോർത്ത്, മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. എം ഇങ്ങോട്ടാണ്, ബി റൈറ്റിലോട്ടാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. എന്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്തിന് റൈറ്റ് സൈഡിലോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്, സൗത്തിന് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഒരുമിച്ച് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഒരു റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് ഉണ്ട് അതിന്, അതാണ് ടോർക്ക്. അത് എന്താണ്? എം ബി സൈൻ തീറ്റ. പഠിച്ചിട്ടില്ലേ? എന്താരും മിണ്ടാത്തത്? എം ബി സൈൻ തീറ്റ ടോർക്ക്. റെയ്മ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കട്ടോ. വിശ്വ കേട്ടല്ലോ? എല്ലാവരും കുറച്ച് സീരിയസ് ആവാ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലംസുകളാണ് ചെയ്യുന്നത്. ടോർക്ക് എം ബി സൈൻ തീറ്റയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ ടോർക്ക് എത്രയാണ്? വെറുതെ ആ ഫോർമുലയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് കേസിൽ നോർമലായിട്ടാണ് ഇരിക്കുന്നത്. തീറ്റ 90 ഡിഗ്രി ആയിരുന്നു ഫസ്റ്റ് കേസിൽ, നോർമലാണ്. അപ്പോൾ ടോർക്ക് കാണാനുള്ള ഫോർമുല എം ബി സൈൻ 90 π/2 എന്ന് എഴുതാം. എം ബി സൈൻ തീറ്റ സൈൻ 90 1 ആയതുകൊണ്ട് അത് എഴുതണ്ട അല്ലേ? മനസ്സിലായല്ലോ? എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 0.32. ഇത് ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. വേറെയും പല യൂണിറ്റുകളുണ്ട് ടോർക്കിന്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഋതിക്, വിശ്വ, ഗംഗ? ഓക്കെ. സെക്കൻഡ് വൺ, അവിടെ 180 ഡിഗ്രിയിൽ ഇരിക്കുമ്പോൾ എന്തോ ടോർക്ക് വരുന്നതാണ്. 180 ഡിഗ്രിയിൽ വരുമ്പോൾ എന്തോ ടോർക്ക് ഉണ്ടാവും. ടോർക്ക് കാണാനുള്ള ഫോർമുല എം ബി സൈൻ തീറ്റ സൈൻ 180 ഡിഗ്രി. 0, 90, 180 ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആംഗിളാണ്, മറക്കരുത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എടുക്കുമ്പോഴൊക്കെ അത് നല്ലപോലെ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. സൈൻ 180 0 ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സൈൻ 180 0 ആണ്. അപ്പോൾ ടോർക്ക് 0 ആണ്, കറങ്ങില്ല. ഓക്കെ, മനസ്സിലായാലോ? എളുപ്പമല്ലേ? മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ അടുത്ത പേജിലോട്ട് പോവാണ്. ഞാൻ ഇത് അയച്ചു തരാം കേട്ടോ. ഓക്കെ, അടുത്തത് എ വയർ ഓഫ് ലെങ്ത് 4.4 മീറ്റർ. ഇതൊക്കെ പ്രീവിയസ് പേപ്പറാണ്.
24ഉം 23 ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പേപ്പർ ഓരോ വർഷത്തെ പേപ്പറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ അയച്ചു തരാം കേട്ടോ. അതിൽ നിന്ന് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണിത്. എ വയർ ഓഫ് ലെങ്ത് 4.4 meter is bent around in the shape of a circular loop and carries 1 ampere. The magnetic moment. ഇത് ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. എളുപ്പമാണെന്ന് വെച്ചാൽ ചെറിയൊരു സ്റ്റെപ്പ് കാൽക്കുലേഷൻ വരും. ആർക്കെങ്കിലും വല്ലതും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഒരു വയറുണ്ട്, ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ലെങ്ത്ത് 4.4 meter ആണ് അല്ലേ? എന്തായാലും മിണ്ടാത്തത് ശരിയല്ലേ? ഓക്കെ ആണോ അല്ലേ? ആ, ഒരു വയറുണ്ട്, അതിനെ നമ്മൾ ബെൻഡ് ചെയ്തൊരു സർക്കുലർ ലൂപ്പാക്കി മാറ്റുകയാണ്. ഇതിനെ നമ്മൾ ബെൻഡ് ചെയ്തിട്ട് ഒരു സർക്കിൾ ഒറ്റ ടേണേ ഉള്ളൂ ആക്കി മാറ്റാണ്. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ്, എന്നിട്ട് അതിൽ കൂടി കറണ്ട് പാസ് ചെയ്യിക്കുന്നു. I = 1 ampere. മാഗ്നറ്റിക് മൊമെൻറ്റ് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മാഗ്നറ്റാണ്. ഇതൊരു മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതിന് മാഗ്നറ്റിനൊരു ആയതുകൊണ്ട് അതിനൊരു പവർ ഉണ്ടാവുമല്ലോ അല്ലേ? ഏതൊരു മാഗ്നറ്റിനും പവർ ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. നമ്മളതിനെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കറണ്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോയിൽ ഒരു മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി എല്ലാം അതിനുണ്ട്. മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് ഉണ്ട്. NIA എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട് കേട്ടോ. ഒരു ലൂപ്പിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻ്റ് കാണാനുള്ള ഫോർമുല NIA. പഠിച്ചിട്ടില്ലേ നിങ്ങളെല്ലാവരും? ഉണ്ടോ? എന്തായാലും മിണ്ടാത്തത്? ഓർമ്മയില്ലേ? NIA ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. NIA ഓർമ്മയിലേക്ക് ഇപ്പോഴെങ്കിലും പഠിച്ചു വെച്ചോ. NIA ഇവിടെ N 1 ആണ് കേട്ടോ. ഒറ്റ ടേണേ ഉള്ളൂ, അതുകൊണ്ട് നമ്പർ ഓഫ് ടേൺസ് 1 ആണ്. N റെഡിയാണ്, I റെഡിയാണ്. ഏരിയ അറിയില്ല. ഏരിയ πr² വെച്ച് ചെയ്താൽ ഏരിയ റെഡിയാവും. പക്ഷേ അപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ റേഡിയസ് എന്താണെന്ന് അറിയില്ല അല്ലേ? റേഡിയസ് അറിയില്ല നമുക്ക്. അതിനൊരു വഴിയുണ്ട്. ഇതിൻ്റെ പെരിമീറ്റർ 2πr അല്ലേ? നേരത്തെ ചെയ്ത പോലെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ശ്രേയ, റീമ, എമില്, വിശ്വ. ഈ ലൂപ്പിൻ്റെ പെരിമീറ്റർ 2πr ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് 4.4 ആണ് അല്ലേ? 4.4 ആണ്. ഒരു വയറ് ബെൻഡ് ചെയ്ത് സർക്കിളാക്കി മാറ്റുന്നു അല്ലേ? അപ്പോൾ വയറിൻ്റെ ലെങ്ത്ത് 2πr ആണ്, 4.4 ആണ്. അവിടുന്ന് റേഡിയസ് കിട്ടും. 2 നല്ല പൈയുടെ നമുക്ക് വേണമെങ്കിൽ 22/7 3.14 എഴുതാം. വെട്ടിക്കളയാൻ വേണ്ടി എഴുതുന്നതാണ്. 444 44/10 എഴുതിയാൽ ഇവിടെ ചെറിയൊരു ക്യാൻസലേഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യം പോലും ഇല്ലല്ലോ. ഇവിടുത്തെ 44ഉം ഇവിടുത്തെ 44ഉം വെട്ടിപ്പോവും. റേഡിയസ് കിട്ടപ്പോൾ നമുക്ക് അറേഞ്ചിങ് എന്ന് പറഞ്ഞാൽ മതി. 7 അങ്ങോട്ട് പോകുമ്പോൾ റേഡിയസ് = 7/10 വരും. എത്ര? മീറ്റർ തന്നെയല്ലേ? അതെ, മീറ്റർ. ഇതുവരെ മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണ് എല്ലാവർക്കും? എവിടെ? അപ്പോഴേ ഏരിയ വേണം, അതാണ് പ്രശ്നം. ഏരിയ πr². ഏരിയയുടെ ആവശ്യമുണ്ട് നമുക്ക്. πr². പൈ എന്ന് പറഞ്ഞാൽ 22/7. r² എന്ന് പറഞ്ഞാൽ 7/10 × 7/10. r² അല്ലേ? ഒരു 7 നമുക്ക് കളയാം. കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്താലും കുഴപ്പമുണ്ടാവില്ലല്ലോ. ഏതായാലും ഇത്ര എഴുതി. 20 × 7 എത്ര? 154/100. 1.54 അല്ലേ? ശരിയല്ലേ? ക്ലിയർ? ഡൗട്ടില്ലല്ലോ? 1.54 ആണ് ഏരിയ. ആരും മിണ്ടുന്നില്ലല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഗംഗ, വിശ്വ, ഉണ്ണിമായ അല്ലേ? റീമ. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് NIA ആണ്. ഒറ്റ ടേണേ ഉള്ളൂ. I 1 ആംപിയർ ആണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏരിയ 1.54 ആണ്. 1.54 ആംപിയർ മീറ്റർ സ്ക്വയർ. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ഞാൻ പ്രത്യേകം ഓർത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1.54 ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആയല്ലോ അല്ലേ ഈ ക്വസ്റ്റ്യൻ? അല്ലേ? എന്താ റീമ? ഓക്കെ, ശരി. അപ്പോൾ അടുത്തതിലോട്ട് പോവാണേ. ഇത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്.
ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യനേ പറയുള്ളൂ കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്യാനുള്ളൂ. കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ളതും കൂടി പറഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് അതാണല്ലോ. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലമാണ്, ഞാൻ വായിക്കാം. 2 long straight parallel conductor carry steady current in opposite directions. Explain the nature of the force of interaction between them. Obtain the expression. ഫസ്റ്റ് പാർട്ട് മാത്രം പറഞ്ഞുതരാം, പിന്നെ റഫർ ടെക്സ്റ്റ് ബുക്ക് എന്ന് മാത്രമേ പറയുള്ളൂ. ഫസ്റ്റ് പാർട്ട് മാത്രം പറഞ്ഞുതരാം, പിന്നെ റഫർ ടെക്സ്റ്റ് ബുക്ക്. 2 long straight parallel conductor carry steady current in opposite direction അല്ലേ. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങോട്ട് പോകുന്നു I1, മറ്റേ ആൾ ഇങ്ങോട്ടും വരുന്നു, ഇപ്പോഴാണ് ഓപ്പോസിറ്റ് ആയത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിപ്പൾഷനാണ് കേട്ടോ. ഇവ തമ്മിൽ എന്തുണ്ടാവും? റിപ്പൾഷനാണ് വരാൻ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്ഷൻ, അതൊന്ന് നോട്ട് ചെയ്താൽ മതി. സെയിം ഡയറക്ഷൻ അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. സെയിം ഡയറക്ഷൻ ഡെറിവേഷൻ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മതി. സെയിം ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അട്രാക്ഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ റിപ്പൾഷൻ ആണ്, റിപ്പൽ ചെയ്യും. ഓക്കെ, എക്സ്പ്ലെയിൻ ദി നേച്ചർ. ഓക്കെ, അത് എഴുതി. പിന്നെ എന്താണ് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ? അത് നിങ്ങൾ ഫോർമുല ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മതി കേട്ടോ. ഡി ഉണ്ട്, ഒരു ഫോർമുല ഒരു ബുക്കിൽ പറയുന്നുണ്ട്, ആ ഫോർമുല ഡെറിവേഷൻ ചെയ്യാം. ഇങ്ങനൊരു ഫോർമുല ഉണ്ട്, μ0 I1 I2 by 2πd into L എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. ഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ബൈ L, ലെങ്ത് ഓഫ് ദ വയറേ. ഞാൻ ഡിറൈവ് ചെയ്യണില്ല, ഇത്രയും മാത്രമേ പറയുള്ളൂ. റഫർ ടെക്സ്റ്റ് എന്ന് മാത്രം പറയുള്ളൂ, കേട്ടല്ലോ. ഡെറിവേഷൻ യു ക്യാൻ റഫർ ടെക്സ്റ്റ്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത മാത്രം പറഞ്ഞുതരാം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ, ഐഡിയ കിട്ടിയല്ലോ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വായിച്ച് പഠിച്ചോളല്ലോ അല്ലേ? എവിടെ ഗംഗ, റീമ? ഓക്കെ. ഡിഫൈൻ 1 ആംപിയർ, അതും ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ഇയാളും ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ റെഫർ ചെയ്യാം. ഫോർമുല മാത്രം പോയി കാണിച്ചിരുന്നു, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തത് മാത്രം. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക് ആക്ടിങ് ഓൺ എ കറന്റ് ക്യാരിങ് ലൂപ്പ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി, ഡ്രോ ദ നെസസറി ഡയഗ്രാം. അപ്പോൾ അതും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ഏതാണെന്ന് പറഞ്ഞുതരാം. ഏതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? എന്താണ്? ഒബ്റ്റെയിൻ എൻ എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക് ആക്ടിങ് ഓൺ എ കറന്റ് ക്യാരിങ് ലൂപ്പ്. നല്ല വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി അല്ലേ. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടാ. ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ വെറുതെ ജസ്റ്റ് കാണിച്ചു തരാം. അത് ഡിസ്കസ് ചെയ്യുന്നില്ല, പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അത് 4ാമത്തെ ചാപ്റ്റർ അല്ലേ, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് 4th ചാപ്റ്ററാണ്. അപ്പോഴേ ഏത് ക്വസ്റ്റ്യൻ ആണ് മനസ്സിലായല്ലേ? ഏതാണ്? ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക് ആക്ടിങ് ഓൺ എ കറന്റ് ക്യാരിങ് ലൂപ്പ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ഡ്രോ ദ നെസസറി ഡയഗ്രാം. ഞാനിവിടെ പേജ് നമ്പർ ആയിട്ട് അവിടെ എഴുതി വെച്ചേക്കാം, കേട്ടല്ലോ. അപ്പോൾ നിങ്ങളത് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആ ഡയഗ്രാം അത് ചോദിക്കാറുള്ളതാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡയഗ്രാം വരുന്നുണ്ട്, പറഞ്ഞുതരാം. ടോർക്ക് അല്ലേ, ടോർക്ക്. ഈ സംഭവമാണ് കേട്ടോ. ഈ ഡയഗ്രാമാണ് അവർ ഉദ്ദേശിച്ചത്. പേജ് നമ്പർ 125 എന്ന് അവിടെ എഴുതി വെച്ചേക്കാം. പേജ് നമ്പർ 125. ഇതാണ് അവർ ഉദ്ദേശിച്ചത്. ടോർക്കിൻ്റെ ഫോർമുല കാണാനായിട്ടുള്ള ഡെറിവേഷനാണ്. നിങ്ങൾ ഇത് വായിച്ചോക്കാം, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇങ്ങനെ മാഗ്നറ്റ് വെച്ചിട്ട് അതിനുള്ളിലൊരു ലൂപ്പിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യിപ്പിച്ചാൽ അത് കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കറന്റ് ക്യാരിങ് ലൂപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ ഇലക്ട്രിക് മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം നിർബന്ധമായിട്ട് വരച്ച് പഠിക്കണം, നിർബന്ധമാണ്. ഇതുപോലെ തന്നെ വരച്ച് പഠിക്കണം. എന്നിട്ട് ഇത് ഇവിടെ ഒരു 2-3 സ്റ്റെപ്പിൽ അവർ കാണിക്കുന്നുണ്ട്. BINA sin θ. ഓക്കെ, നിങ്ങളിത് റെഫർ ചെയ്താൽ മതി.
ഓക്കെ, പേജ് നമ്പർ 125 ഞാനിവിടെ എഴുതി വെച്ചേക്കാം. ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. NCERT പേജ് 125. ഓക്കെ, ഐഡിയ കിട്ടിയാലോ നിങ്ങൾക്ക്? പഠിച്ചോളൂല്ലോ അല്ലേ എല്ലാവരും ഇവിടെ? ഓക്കെ, എന്താണ് ആരും മിണ്ടാത്തത്? എല്ലാവരും എനർജി പോയോ? ശ്രേയ, എല്ലാവർക്കും ഓക്കെ. ടെക്സ്റ്റ് ബുക്കിലുള്ളതൊക്കെ അത്യാവശ്യത്തിന് ഉണ്ട്. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും അവിടെ ഇല്ല. വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവുകയില്ല. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ഡെറിവേഷൻ ഉണ്ട്, പിന്നെ ഹൈഡ്രജൻ ആറ്റം ഇനി ഇത് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത ക്ലാസ്സിലും കൂടി നമുക്കിത് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും ഒരു ക്ലാസ്സും കൂടി വേണം. നമ്മൾ മൂവിങ് ചാർജസ് പ്ലസ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ 2 ചാപ്റ്ററാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലും കൂടി നമുക്കൊരു ക്ലാസ് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്ലസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അങ്ങനെ കേട്ടോ, കാരണം 2 തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, അങ്ങനെ പോവാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓക്കെ ആണല്ലോ? ശരി എന്നാൽ ഓക്കെ.